അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷം ട്രംപ് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചു വരുത്തിയ ആദ്യ വിദേശ നേതാവായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ചർച്ചകളിലേക്ക് ലോകം മുഴുവൻ ഇപ്പോൾ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ്. ചൊവ്വാഴ്ച ഹമാസുമായി വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങാനിരുന്നതാണ് എങ്കിലും അത് മാറ്റിവെച്ചിട്ടാണ് നെതന്യാഹു ചരിത്ര പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചകൾക്കായി വാഷിംഗ്ടണിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ രണ്ടാം ഘട്ട ഭരണത്തിന്റെ തുടക്കം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയവർക്കെതിരെ ശക്തമായ നിലപാടുകൾ നടപ്പിലാക്കുകയും ക്രിമിനൽ പശ്ചാത്തലമുള്ള അത്തരക്കാരെ വിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ അതാത് രാഷ്ട്രങ്ങളിലേക്ക് അയക്കുകയും ലോകരാഷ്ട്രങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായങ്ങൾ പല രാജ്യങ്ങളിലേതും നിർത്തലാക്കുകയും കനത്ത ഇറക്കുമതി ചുങ്കം ചുമത്തിയും ചൈനയ്ക്ക് മുകളിൽ ഇന്നാണ് ഇറക്കുമതി ചുങ്കം അമേരിക്ക ചുമത്തിയത്. ചൈന തിരിച്ച് അമേരിക്കയ്ക്ക് മുകളിലേക്കും ഇറക്കുമതി ചുങ്കം ചുമത്തുന്ന സാഹചര്യമുണ്ടായി. മെക്സിക്കോയും കാനഡയും അവർക്ക് മുകളിൽ ചുമത്തിയ 25% ചുങ്കം അമേരിക്ക അത് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ മുകളിൽ ഇനി നികുതി ചുമത്താൻ പോകുന്നുവെന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ മേലും കീഴും നോക്കാത്ത നടപടികളുമായി ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ കടുത്ത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടപ്പോഴും ഇസ്രായേലിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രിയും തമ്മിൽ സംഗമിക്കുമ്പോൾ ഉരുത്തിരിയുന്നത് ലോകത്തെ നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഫോർമുലകൾ തന്നെയായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഏതായാലും അധികാരസ്ഥനായ ശേഷം ആദ്യം തന്നെ ട്രംപിനെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചത് നെതന്യാഹുവിൻ്റെ നയതന്ത്ര വിജയം തന്നെയാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ പുറത്തു വരുന്നത്. ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ അന്നു മുതൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരന്തരം സമ്പർക്കം പുലർത്തുകയും ഇസ്രായേലിന് അനുകൂലമായി ട്രംപിൻ്റെ നയങ്ങൾ മാറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതുമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം അത്തരത്തിലുള്ള നയങ്ങൾ തന്നെയാണ് ഇസ്രായേലിന് അനുകൂലമായ രീതിയിലാണ് മിഡിൽ ഈസ്റ്റിലെ തൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഹമാസുമായി ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ കരാറും അനുബന്ധമായ ബന്ദിമോചനവും ഇസ്രായേലിന് കടുത്ത അസ്വസ്ഥതകൾ തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത് എന്ന് നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ ബന്ദികളെ തടവിൽ പാർപ്പിക്കാൻ UN-ന്റെ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ഉയർത്തിക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ അവർ സമ്മർദ്ദം കൂട്ടിക്കൊണ്ടുമിരിക്കുകയാണ്. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളുടെയും സമ്മർദ്ദ തന്ത്രങ്ങളുടെയും ഭീഷണികളുടെയും എല്ലാം വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കെ അമേരിക്കയുമായി ചേർന്ന് കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനങ്ങൾ ഹമാസ് ഉന്മൂലനം തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ ഹമാസ് അടക്കം നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളെ തുറന്നുവിട്ട ഇറാനെതിരെ നടപടികൾ ശക്തമാക്കേണ്ടതും ഗാസയുടെ പുനർനിർമ്മാണം മുൻനിർത്തി ഹമാസ് ഭീകരതയുടെ ശേഷിക്കുന്ന വേരുകളും അറുത്ത് മാറ്റേണ്ടതും പ്രധാനപ്പെട്ട വിഷയമായി ഇവരുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതും ചർച്ചയുടെ ഭാഗമാണ്. അതിനോടനുബന്ധിച്ചുള്ള പ്രസ്താവനകൾ പല ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുകയുണ്ടായി. ഏതായാലും പശ്ചിമേഷ്യയിൽ ട്രംപിനുള്ള താല്പര്യം പ്രാവർത്തികമാകുന്നത് ഇസ്രായേലിലൂടെ ആയിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണിപ്പോൾ. അത് മുൻനിർത്തിയാണ് നെതന്യാഹു പുറപ്പെടുന്നതിന് മുൻപ് ഇസ്രായേൽ കൂടുതൽ വിസ്തൃതമാക്കണമെന്ന നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചത്. മുൻപ് പല പ്രാവശ്യം ട്രംപ് ഇതേക്കുറിച്ച് പരാമർശിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തോടെ നട്ടെല്ല് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഇറാൻ അടുത്ത ആക്രമണത്തിന് മുതിരാൻ ഇടയില്ലെങ്കിലും അവരുടെ ആയുധ ഇടപാടുകളും ആണവ നീക്കങ്ങളുമെല്ലാം അമേരിക്കയും ഇസ്രായേലും കൃത്യമായി സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ അസമാധാനങ്ങൾക്കും മൂലകാരണക്കാരായ ഇറാനും അവരുടെ പ്രോക്സികൾക്കുമെതിരെ ശക്തമായ സംയുക്ത നീക്കം ഉണ്ടാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. UN-ൽ അംഗങ്ങളായ രാജ്യങ്ങളിൽ പലർക്കും നെതന്യാഹുവിനോട് കടുത്ത വിയോജിപ്പുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. പല സമയങ്ങളിലും അത് നമ്മൾ കണ്ടതുമാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് നെതന്യാഹുവിനെതിരെ പരാതി കൊടുത്തത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഹമാസുമായി ഉരുത്തിരിഞ്ഞ വെടിനിർത്തലിലെ ഒന്നാം ഘട്ട കരാർ അവസാനിക്കുകയും രണ്ടാം ഘട്ടം തുടങ്ങാൻ പോവുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഹമാസ് തടവറയിലുള്ള പുരുഷ ബന്ദികളെ മോചിപ്പിക്കുവാനും
ഗാസയിലെ ഹമാസ് കമാൻഡർമാരെ നാടുകടത്തണം എന്നുമൊക്കെയാണ്. ഹമാസ് അത് തള്ളിയാൽ രണ്ടാം ഘട്ട കരാർ ക്യാൻസലാക്കി രണ്ടാം ഘട്ട യുദ്ധത്തിനായിരിക്കും ഇസ്രായേൽ കളമൊരുക്കുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഗാസ നിവാസികളെ അറബ് രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിയിട്ട് ഗാസയെ പുനർനിർമ്മിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതികളും ഇവിടെ വർക്കൗട്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനും ഇറാനും ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാകും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഈ താൽക്കാലിക ഉടമ്പടി അവസാനിക്കാൻ തൻ്റെ വലതുപക്ഷ സഖ്യത്തിൽ നിന്ന് നെതന്യാഹു കടുത്ത സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് ഉരുത്തിരിയുന്ന നിഗമനം എന്താണെന്ന് ആകാംക്ഷയോടെയാണ് ഏവരും കാത്തിരിക്കുന്നത്. ഇത് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ കൂടിക്കാഴ്ചയാണ് എന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൻ്റെ പുനർരൂപകൽപ്പനയാണ് എന്നും ബാർലാൻ യൂണിവേഴ്സിറ്റിയിലെ US ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ചുള്ള വിദഗ്ധനായ എയ്തൻ ഗിൽബോവ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.